എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറേയേറെ ദൂരം യാത്ര ചെയ്തിട്ടാണ് അവർ അടിമാലിയിലെത്തിയത്. അപ്പോഴേക്കും തന്നെ അവതച്ചൻ ആകെ മടുത്തിരുന്നു. എന്നാലും ഉദ്ദേശിച്ച സ്ഥലത്തെത്താതെ തളർന്നിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ എങ്ങാനും ആയിരുന്നെങ്കിൽ അവിടെ നിന്നൊരു ചായയും കുടിച്ച് കുര്യനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ തനിക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തടസ്സങ്ങളധികം ഒന്നുമില്ലാതെ നടപ്പിലാക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം കണ്ടെത്താതെ പറ്റില്ലല്ലോ. അതിന് പറ്റിയത് ഇങ്ങനെ കുറേ ഒതുങ്ങിയ പ്രദേശങ്ങളിലുള്ള താമസമാണ്. അടിമാലിയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം നടന്നു പോകണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ. കൂട്ടത്തിൽ അവിടെ ഇറങ്ങിയ കുറേ പേരുണ്ട് അങ്ങോട്ട് പോകാൻ. അവരെല്ലാവരും നടന്നു പോവുകയാണ്. അപ്പോൾ പിന്നെ തനിക്ക് മാത്രമായി പ്രത്യേകതയൊന്നുമില്ലല്ലോ. അടിമാലിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറപ്പെട്ടാൽ പിന്നെ മലകയറ്റം തുടങ്ങുകയായി. ഏതാണ്ട് 1/2 കിലോമീറ്റർ നീളമുള്ള ഒരു പാറ തന്നെ കയറേണ്ടതുണ്ട്. കല്ലുകെട്ട് പണിക്കാരനായതുകൊണ്ട് അവതച്ചൻ ആ പാറ നന്നായി ശ്രദ്ധിച്ചു. ഇതൊരു ഒറ്റക്കല്ലാണെന്നുള്ളതാണ് വലിയ അതിശയം. ഇതെങ്ങാനുമാണ് കെട്ടാൻ തരുന്നതെങ്കിൽ ഒരു സ്ഥലത്ത് കയ്യാല വയ്ക്കാനുള്ളത് മുഴുവൻ ഉണ്ടാകും. ഇത് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. കാര്യമായി കല്ല് ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ കുര്യൻ പറഞ്ഞു, "നീ ആ കല്ലിനെ നോക്കി പഞ്ചാരയടിക്കാതെ വാടാ അവതേ. നമുക്കിനി എത്രയോ ദൂരം നടക്കാനുണ്ട്. നടപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ചായയോ വെള്ളമോ മറ്റോ കിട്ടണമെങ്കിൽ കുറേയേറെ ദൂരം ചെല്ലണം. തോട്ടിലെ വെള്ളം കുടിക്കാൻ കിട്ടും കേട്ടോ. അല്ലാതെ തിന്നാൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ വിരിപാറയിലെ ചായക്കടയിൽ എത്തണം." അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് കയറിയപ്പോൾ കല്ലുകൾ ഇഷ്ടം പോലെ. പണിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാത്തതുപോലെ ആവശ്യത്തിന് കല്ലുണ്ട്. പെറുക്കി വയ്ക്കുകയേ വേണ്ടൂ. അവിടെ കയ്യാല വയ്ക്കുന്നതും സ്വപ്നം കണ്ട് അവതച്ചൻ മുന്നോട്ട് നടന്നു. കാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ തന്നെ. അടിക്കാടില്ലാത്ത സ്ഥലമാണ് എവിടെയും. അടിക്കാടിന് പകരം മുഴുവൻ ഏലത്തോട്ടങ്ങളാണ്. മുന്നോട്ട് നടന്നാൽ കാണുന്നതും അതുതന്നെ. അങ്ങനെ പരിസരം വീക്ഷിച്ചുകൊണ്ടും ഇങ്ങനെയും ലോകമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടും അയാൾ മുന്നോട്ട് നീങ്ങി. അതിനിടയിൽ അയാൾ ആലോചിച്ച ഒരു കാര്യം ഇതായിരുന്നു. ഇവിടേക്കെങ്ങാനുമാണ് വരുന്നതെങ്കിൽ തൻ്റെ കത്രീനാമ്മയ്ക്ക് ഇത്രയും ദൂരം നടക്കാനുള്ള ശേഷി ഉണ്ടോ എന്നതായിരുന്നു സംശയം. അവൻ മറ്റൊരു രീതിയിൽ അത് കുര്യനോട് ചോദിച്ചു. "എടാ കുര്യാച്ചാ, അവിടേക്കെത്താൻ നടന്നു പോക്കല്ലാതെ വേറൊരു മാർഗവുമില്ലേ? അവിടെയുള്ള സർവത്ര എണ്ണവും ഇങ്ങനെ നടന്നു തന്നെയാണോ അങ്ങോട്ട് പോകുന്നത്? അങ്ങനെ വന്നാൽ ആവശ്യത്തിനുള്ള സാധനങ്ങളും എത്തിക്കുക തലച്ചുമടായിട്ടായിരിക്കുമല്ലോ. ഈ മുടിഞ്ഞ കയറ്റം കയറ്റി തലച്ചുമട്ടായി സാധനങ്ങൾ എത്തിച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും അതിന് തീ വിലയായില്ലെങ്കിൽ അല്ലേ അതിശയമുള്ളൂ." കാടും മലകയറ്റവും കണ്ട് അവതയ്ക്ക് ഭയമായി എന്ന് തോന്നുന്നു. അവൻ അവൻ്റെ പെണ്ണിനെയും കൊണ്ട് വരുമ്പോൾ ഈ കയറ്റം കയറി വിഷമിപ്പിക്കാൻ കഴിയുകയില്ലാത്തതുകൊണ്ടാണോ എന്നും അറിയില്ല. എല്ലാവരും പെണ്ണ് കെട്ടുമ്പോൾ ആദ്യം അങ്ങനെയാണല്ലോ ചിന്ത, യാതൊരു തരത്തിലും അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന്. എന്നാൽ കുറേ കഴിയുമ്പോൾ ചിന്താഗതികളൊക്കെ അങ്ങ് മാറിപ്പോകും. പിന്നെ അവൾക്ക് എന്നാ വന്നാലും നമുക്കൊരു കുഴപ്പവുമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തും ചിലരുടെ ചിന്താഗതികൾ. വേറൊരു വഴി കൂടിയുണ്ട്. ആ വഴിക്ക് ജീപ്പുകൾ പോകും. ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ പോയി കുറേയേറെ നേരം കാത്തു നിന്നാൽ ചിലപ്പോൾ ഒരു ജീപ്പ് കിട്ടിയേക്കും. ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും കയ്യിലെ കാശ് അത്രയും കളയണ്ട എന്നതുകൊണ്ടുമാണ് ഞാൻ നടക്കുന്നതും നിന്നോട് നടക്കാൻ പറഞ്ഞതും. പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെ നടക്കുന്നവരെല്ലാം ആ ഭാഗത്തുള്ളവർ തന്നെയാണ്. അവരെപ്പോലെയല്ലേ നമ്മളും. വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയാൽ നടന്നു പോകുന്ന ദൂരം അറിയുക പോലുമില്ല. കൂട്ടത്തിൽ ആരോ ഏതോ സിനിമ കണ്ട വിവരം പറഞ്ഞു. പിന്നെ അതിലെ കഥയും മറ്റു സംഭവവികാസങ്ങളും എല്ലാം പറഞ്ഞ് ചിരിച്ച് അവർ വിരിപാറയിലെത്തിയ വിവരം അറിഞ്ഞതേയില്ല. അകലെ ചായക്കട കണ്ടപ്പോഴേക്കും കുര്യൻ പറഞ്ഞു, "നീ മടുത്തെങ്കിൽ നമുക്ക് ഓരോ ചായ കുടിച്ച് എന്തെങ്കിലും ചെറുതായി കഴിച്ചിട്ടും പോകാം.
ആകെ നടക്കാനുള്ള ദൂരത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ല. മുന്നോട്ടുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചായക്കടയിലെത്താറായി. ചായ കുടിക്കാൻ തയ്യാറായിക്കൂ. അടിമാലിയിൽ നിന്നും ചായ കുടിച്ചപ്പോൾ പണം കൊടുത്തത് കുര്യനാണ്. മാത്രമല്ല വണ്ടിക്കൂലിയും കൊടുത്തത് അവൻ തന്നെ. അങ്ങനെ എല്ലാ ചെലവുകളും അവനെക്കൊണ്ട് വഹിപ്പിച്ചാൽ അവനാകെ ക്ഷീണിച്ചു പോവില്ലേ? അതുകൊണ്ട് വിരിപാറയിൽ നിന്നും ചായ കുടിച്ചതിൻ്റെ പണം കൊടുത്തത് അവതച്ചൻ തന്നെയാണ്. അല്പം നിർബന്ധിച്ചിട്ടാണെന്ന് മാത്രം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇറക്കമാണ്. റോഡും ഉണ്ട്. അതുകൊണ്ട് യാത്ര പോകുന്ന വിവരം അത്രയൊന്നും അറിഞ്ഞില്ല. യാത്രാസംഘത്തിൽ കൂടുതൽ ആളുകൾ വന്ന് കൂടുകയും ചെയ്തു. അവർ മറ്റേതോ വഴിയിലൂടെ വന്നവരാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ സംഘത്തിൽ 50ഓളം ആളുണ്ട്. എല്ലാവരും പലതരം സംസാരങ്ങളിൽ മുഴുകി യാത്ര മുന്നോട്ട് പോയി. 4 മണിയോടുകൂടി ആനക്കയത്ത് കുര്യൻ്റെ ഷെഡിൽ എത്തി. ഷെഡെന്ന് മാത്രമേ പറയാൻ പറ്റൂ. മരത്തിൻ്റെ തൂണുകൾ നാട്ടിയിട്ടാണ് അതിനുമേൽ ഈറ്റയില മേഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഒരാൾ പൊക്കം മിച്ചം കിട്ടുന്ന 4 തൂണുകളും ഏകദേശം 1.5 പൊക്കമെങ്കിലുമുള്ള 2 തൂണുകളുമുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ പണിയുടെ പ്രധാന ഭാഗം കഴിയും. വലിയ തൂണുകൾ നടുക്കായും ചെറിയ തൂണുകൾ ഈ 2 എണ്ണം 2 വശങ്ങളിലുമായും നല്ലവണ്ണം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇഴ വയ്ക്കുകയും വേണം. അത്രയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വാരിയടിച്ചാൽ ഈറ്റയില കൊണ്ട് മേയാം. അത്രയും കൊണ്ട് വീട് പണി പൂർത്തിയാകും. പരമാവധി പോയാൽ 2 ദിവസം. അത്രയേ ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമുള്ളൂ. അതിനകത്ത് കാലാവസ്ഥയും എയർ കണ്ടീഷനാണ്. തണുപ്പ് കാലത്ത് പിന്നെയും നാട്ടിലേക്കാൾ തണുപ്പുണ്ടാകുമെന്ന് മാത്രം. മേച്ചിൽ കഴിയുമ്പോഴേക്കും തന്നെ ഈറ്റ കൊണ്ട് വീട് മറയ്ക്കാനുള്ള ചെറ്റയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ 1-2 തട്ടുകളും നിർമ്മിക്കും. തട്ടുകളാണ് കട്ടിലിന് പകരം ഉപയോഗിക്കുന്നത്. കുര്യൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും മയങ്ങിത്തുടങ്ങിയിരുന്നു. അതുകൊണ്ട് പിന്നെ പരിസരമൊന്നും നോക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഭാര്യയും കുട്ടികളും അവിടെ തന്നെ ഉണ്ട്. അവൻ്റെ ഭാര്യയുടെ പേര് ലീലാമ്മ എന്നാണ്. കൊച്ചുങ്ങൾ തീരെ ചെറുതാണ്. കുര്യൻ ചെന്നപ്പോഴേക്കും പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞു. കുര്യാച്ചൻ്റെ കൂടെ ഒരാളെ കൂടി കണ്ടപ്പോൾ ലീലാമ്മ മെല്ലെ തല എടീ പെണ്ണേ, ഇത് ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ കൂട്ടുകാരനാണ്. ഈ പ്രദേശമൊക്കെ ഒന്ന് കണ്ടു പോകാൻ വേണ്ടി എൻ്റെ കൂടെ വന്നതാണ്. 2-3 ദിവസം ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോകും. നിനക്ക് പരിചയപ്പെടാനുള്ള സൗകര്യം നാളെ കിട്ടും. കുര്യൻ്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരനാണെന്ന് കേട്ടപ്പോഴേക്കും ലീലാമ്മ ഒരാൾക്ക് കൂടി കുളിക്കാനുള്ള വെള്ളം തീയേൽ വെച്ചു. അതുകൂടി ചൂടായി കഴിഞ്ഞപ്പോൾ 2 പേർക്കും 2 സ്ഥലങ്ങളിലായി മുറ്റത്ത് വെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അവർ കുളി കഴിഞ്ഞപ്പോഴേക്കും കപ്പ പുഴുങ്ങിയതും ഉണക്കമീൻ കറിയും വിളമ്പി കൊടുത്തു. വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ യാത്രയുടെ ക്ഷീണം ശരിക്കും അവതച്ചനെ ബാധിച്ചു. എത്രയും വേഗം എവിടെയെങ്കിലും കിടന്നുറങ്ങണം എന്ന് മാത്രമേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കിയ കുര്യൻ ഒരു തട്ട് ഒഴിവാക്കി അവതയ്ക്ക് കൊടുത്തു. അവിടെ കിടന്നുറങ്ങുന്ന പിള്ളേരെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ എടുത്തു കിടത്തി. തട്ടിൽ കയറി കിടന്നത് ഓർമ്മയുണ്ട്. പിന്നെ അറിയുന്നത് രാവിലെ കുര്യൻ വന്ന് വിളിച്ചപ്പോഴാണ്. എങ്ങനെ ഉണ്ടായിരുന്നടാ ഉവ്വേ ഉറക്കം? സുഖമായോ? നമ്മുടെ നാട്ടിലെ പോലുള്ള സുഖമൊന്നും ചിലപ്പോൾ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കട്ടിലില്ലാതെ ഒന്നും കിടന്നു പഠിച്ചിട്ടില്ലല്ലോ. ചെറ്റത്തട്ടിൽ കിടന്നാൽ അത്രയൊന്നും സുഖം ഏതായാലും കിട്ടില്ല. മാത്രവുമല്ല അവിടുത്തേതിനേക്കാൾ തണുപ്പും കൂടുതലാണ്. സാരമില്ല, സുഖമല്പം കുറവ് മതി. ഉറക്കം മതിയായെങ്കിൽ എഴുന്നേൽക്ക്. എന്നിട്ട് പോയി തോട്ടിൻകരയിൽ പോയിട്ട് വാ. അക്കാലത്തെ കക്കൂസ് പ്രധാനമായും തോട്ടിൻകരയിലാണ്. അതിനെപ്പറ്റി പറയുന്നതിനെ ഓർത്തിട്ട് നാണിച്ചിട്ട് കാര്യമില്ല. ആ കാലഘട്ടത്തിലുള്ള എല്ലാവരും തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പോകുന്നത് തോട്ടിൻകരയിലോ പന്നിക്കൂട്ടിലോ ആണ്. നാടൻ പ്രദേശങ്ങളിലൊക്കെയുള്ള എല്ലാവരും പന്നിക്കൂടുകളിലാണ് പോയിരുന്നതെങ്കിൽ മലയോര പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും തോട്ടിൻകരയെയാണ് പ്രധാനമായും അഭയം പ്രാപിച്ചിരുന്നത്. അതിന് മാത്രമുള്ള തോടുകളൊക്കെ അവിടെ കാണുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും അവർക്ക് ഒരു കുറവ് വരാറില്ലായിരുന്നു. അതുകൊണ്ട് ഒരു രോഗവും പകർന്നതായി കേട്ടിട്ടുമില്ല. അവതച്ചൻ പോയി വന്നപ്പോഴേക്കും രാവിലത്തേക്കുള്ള കാപ്പിയും തയ്യാർ. രാവിലെ ചെണ്ടൻ കപ്പയും കാന്താരിമുളക് അരച്ചതുമാണ് വിഭവങ്ങൾ. വയറ് നിറയെ അത് കഴിച്ചിട്ട് 2 പേരും കൂടി അവതയ്ക്ക് സ്ഥലം നോക്കാൻ വേണ്ടി പോയി. അവതച്ചനായി കണക്ക് കൂട്ടിയിരുന്ന സ്ഥലം തോടിൻ്റെ അക്കരെയാണ്. ഒരു അരികു തോട്.
തോട് മുതൽ ആരംഭിക്കുന്ന കുന്നിൻ്റെ അടിഭാഗമാണ് അവതച്ചന് കയറിയെടുക്കാൻ വേണ്ടി കണക്ക് കൂട്ടിയിരുന്നത്. അതിൻ്റെ തോടിനോട് ചേർന്ന ഭാഗം ഏതാണ്ട് 1/2 ഏക്കർ വരുന്നത് പട്ടയമുള്ള സ്ഥലമാണ്, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതുമാണ്. ആദ്യപടിയായി ആ സ്ഥലം വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിനായി അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക് അവർ 2 പേരും പോയി. ആദ്യകാലത്ത് അവിടെ കുടിയേറിയ ഒരു മുസ്ലിമാണ് അതിൻ്റെ ഉടമസ്ഥൻ. അയാൾക്ക് കഴുത്തിൽ ഒരു മുഴയുള്ളതുകൊണ്ട് എല്ലാവരും അയാളെ വിളിക്കുന്നത് മുഴയൻ കാക്ക എന്നാണ്. അയാൾ തന്നെയാണ് ആനക്കയം ടൗണിലെ പലചരക്ക് വ്യാപാരിയും. നാട്ടിൽ കിട്ടുന്ന ഏതാണ്ട് എല്ലാ സാധനങ്ങളും തന്നെ അയാളുടെ കടയിൽ കാണും. അവിടുത്തെ ആളുകൾക്ക് അതുകൊണ്ട് സാധനങ്ങളുടെ ആവശ്യത്തിനായി പോകേണ്ടി വരില്ല. രാവിലെ തന്നെ മുഴയൻ വന്ന് കട തുറക്കും. അതുകൊണ്ട് കടയിൽ വച്ച് കാണുന്നതായിരിക്കും നല്ലതെന്ന് കുര്യൻ പറഞ്ഞു. മുഴയൻ കാക്കയുടെ കടയുടെ തൊട്ടിപ്പുറത്തായി തന്നെ ശിവന്റെ വക ഒരു ചായക്കടയുമുണ്ട്. വീട്ടിൽ നിന്ന് എത്ര കുടിച്ചാലും തികയാത്ത കുറേ പേരുണ്ട് ആനക്കയത്ത്. അവർ സ്ഥിരമായി ശിവന്റെ അവിടുത്തെ പറ്റുകാരാണ്. കുര്യൻ അങ്ങനെ ശിവന്റെ അടുത്ത് പോകാറൊന്നുമില്ല. ചിലപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും പലഹാരങ്ങൾ പിള്ളേർക്കും ലീലാമ്മയ്ക്കും വാങ്ങിക്കൊണ്ടുപോകും എന്ന് മാത്രം. അതിനായി മാത്രമാണ് കുര്യൻ ശിവന്റെ അടുത്തേക്ക് കയറുക തന്നെ. എന്നാലും ഇന്ന് രാവിലെ പോയി അവൻ്റെ അടുത്തു നിന്നും ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. 2 ആളും അവിടെ കയറി. അപ്പോഴേക്കും മുഴയൻ കട തുറക്കുന്നതേ ഉള്ളൂ. ഓരോ കാലിച്ചായയും കുടിച്ചിറങ്ങിയ 2 പേരും നേരെ പോയത് മുഴയൻ കാക്കയുടെ കടയിലേക്ക് തന്നെയാണ്. എന്താ കുര്യാച്ച, രാവിലെ തന്നെ കടയിലേക്ക്? എന്താ വേണ്ടതെന്ന് പറഞ്ഞു? കൂടെയുള്ള ചെക്കൻ എടുത്തു തൂക്കി തന്നോളും. കടം പറയരുത്. കടം കൊടുത്ത് ഞാൻ ആകപ്പാടെ ഹലാക്കിലായിരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ നീ ഒന്നും തരാനില്ല, എന്നാലും പറഞ്ഞെന്ന് മാത്രം. ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാണ്. എനിക്ക് മാത്രമല്ല തനിക്കും കൂടി ഗുണമുണ്ടാകുന്ന കാര്യം. അല്ലാതെ ഒന്നും തൂക്കുകയും എടുക്കുകയും കടം തരികയും ഒന്നും വേണ്ട. അതെന്താണ് ഇനി നമുക്കും കൂടി ഗുണമുണ്ടാകുന്ന കാര്യം? എന്തുകൊണ്ടാണ് രാവിലെ ഇവൻ വന്നിരിക്കുന്നത്? കഥ മുഴുവൻ കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. മറന്നേക്കല്ലേ. അടുത്ത ഭാഗം നാളെ തരാം കേട്ടോ.